നമസ്കാരം. ഈ ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് ഇതിനെ എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ ധാരാളം വീഡിയോസ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു. അതേസമയം ടൈപ്പ് 1 ഡയബറ്റീസ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. അത് കുട്ടികൾക്ക് വരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് ജീവിതകാലം ഇൻസുലിൻ കുത്തണം, ഇത്രയും കാര്യം മാത്രം അറിയാം. ഇതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ പല കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അത് ടൈപ്പ് 2 ഡയബറ്റീസിലെ ആളുകൾക്കും ആവശ്യമാണ്. കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് കടുപ്പം കൂടി കാലക്രമേണ ടൈപ്പ് 1 പോലെയാകും. പാൻക്രിയാസിൻ്റെ അകത്തെ ബീറ്റാ കോശങ്ങൾ ധാരാളം നശിച്ചു പോയി കഴിയുമ്പോൾ അവർക്കും കാലക്രമേണ ഇൻസുലിൻ കുത്തേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോഴും ടൈപ്പ് 1 ആണെങ്കിലും കടുപ്പം കൂടിയ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിലും ഇൻസുലിൻ നിർബന്ധമായും കുത്തേണ്ട കേസുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇൻസുലിൻ കുത്തിവെച്ച് ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തി, കൺട്രോളിൽ നിർത്തി, HbA1c കൺട്രോളിലാണെങ്കിൽ എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണ. കാരണം ഇൻസുലിൻ്റെ ജോലി ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും ലിവറിലേക്കും കോശങ്ങളിലേക്കും കടത്തിവിടലാണ്. അകത്ത് ഇൻസുലിൻ ഇല്ലെങ്കിൽ പകരം നമ്മൾ പുറത്തുനിന്ന് കുത്തിവെക്കുന്നു. ഒരു കാലില്ലാത്ത ആൾക്ക് ഒരു മരക്കാല് വെക്കുന്നത് പോലെ, മീൻസ് ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കുന്നത് പോലെ, റൈറ്റ്? അതേസമയം പാൻക്രിയാസിൻ്റെ അകത്ത് ഇൻസുലിൻ ഇല്ല. കുട്ടികൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ പാൻക്രിയാറ്റൈറ്റിസ് വന്ന് ബീറ്റാ കോശങ്ങൾക്കെതിരെ ആൻറ്റിബോഡി ഫോം ചെയ്ത് ബീറ്റാ കോശങ്ങൾ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ കുട്ടിയുടെ അകത്ത് ബീറ്റാ സെൽസ് ഒരിക്കലും വാഴില്ല. ആ കുട്ടിക്ക് ജീവിതകാലം ഇൻസുലിൻ കുത്തിവെക്കണം. വലുതാകും തോറും ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചെല്ലാം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും ജീവിത രീതിക്ക് അനുസരിച്ച്. പക്ഷെ ഇവിടെയും ഭാവിയിൽ ഇങ്ങനെ പോയി കഴിയുമ്പോഴും ഈ കുത്തിവെക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോഴാണ് 10 യൂണിറ്റ് 12 ആവണം, 15 ആവണം, 18 ആവണം, 20, 30, 40 അങ്ങനെ കൂടി പോകുന്നു. ശരിക്കും ഒരു ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നത് 0.56 യൂണിറ്റ് പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ്. അത് റഫ്ലി പറഞ്ഞാൽ ഒരു 40 കിലോ ഉള്ള ആൾക്ക് 20 യൂണിറ്റ് ഇൻസുലിനാണ് ഡെയിലി വേണ്ടത് ഏകദേശം കൂട്ടാൻ. പക്ഷെ അപ്പോഴും പഠിക്കേണ്ടത് ആ ഇൻസുലിൻ്റെ ജോലി എന്താണ്. ചെറിയ രക്തക്കൊള്ളിൽ നിന്നും ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും ലിവറിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് കടത്തിവിടലാണ് ഇതിൻ്റെ ജോലി. അവിടെ നിങ്ങൾ വ്യായാമം ചെയ്ത് ആ മസിലിലെ ഗ്ലൂക്കോസ് എനർജി ആക്കി കളഞ്ഞില്ല എങ്കിൽ എന്ത് പറ്റും? മസിലിലെ ഗ്ലൂക്കോസ് എനർജി ആക്കിയാൽ ലിവറിലെ ഗ്ലൂക്കോസ് ആ മസിലുകളിലേക്ക് കൊടുക്കും. സോ 95% ഗ്ലൂക്കോസും എനർജി ആകേണ്ടത് മസിൽസിൻ്റെ അകത്താണെന്നിരിക്കെ വെറുതെ ഇൻസുലിൻ കുത്തിവെച്ചിട്ട് ബ്ലഡ് ഷുഗർ കുറഞ്ഞു, അത് താൽക്കാലികം മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ബ്ലഡ് ഷുഗർ എങ്ങോട്ടാണ്, ഗ്ലൂക്കോസ് എങ്ങോട്ടാണ് ഈ പോകേണ്ടത്? അതിൻ്റെ 75 മസിൽസിൽ നേരിട്ടും 20 ലിവറിൽ സ്റ്റോർ ചെയ്തിട്ട് മസിൽസ്. ഈ 95% ഗ്ലൂക്കോസ് എനർജി ആകേണ്ടത് മസിൽസിൻ്റെ അകത്താണ്. സോ ചിട്ടയായിട്ട് വ്യായാമം ചെയ്ത്, അതും എല്ലാ മസിൽസും ഉപയോഗിച്ച് വ്യായാമം ചെയ്ത് മസിൽസിൻ്റെ അകത്ത് സ്ഥലം ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് കയറി പോകാൻ പറ്റാതെ സ്മോൾ ബ്ലഡ് വെസൽസിൻ്റെ അവിടെ വരെ എത്തി അവിടെ ഒരു സ്റ്റാഗ്നേഷൻ വരും. സോ നിങ്ങൾ ബ്ലഡ് ഷുഗർ നോക്കി, ഇൻസുലിൻ കുത്തിവെച്ചു, ബ്ലഡ് ഷുഗർ കുറഞ്ഞു എന്ന് കാണും, കൺട്രോൾ എന്ന് കാണും. പക്ഷേ ആ ഗ്ലൂക്കോസ് എവിടെ പോയി എന്ന് ചിന്തിക്കണം. ഇൻ ദ ലോങ് റൺ അത് ഫാറ്റായിട്ട് മാറി കൺവേർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓരോ ദിവസവും ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നില്ലല്ലോ. അങ്ങനെ ഫാറ്റായിട്ട് അപ്പം മാറിപ്പോയിരുന്നെങ്കിൽ ബോഡി വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കണ്ടേ? സോ ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ് എന്ന് കൊടുക്കുക. സോ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? സോ എപ്പോഴും തന്നെ സ്മോൾ ബ്ലഡ് വെസൽസിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലായിരിക്കും. എന്ത് പറ്റും? കാലക്രമേണ ആ ബ്ലഡ് വെസൽസ്, സ്മോൾ ബ്ലഡ് വെസൽസ് എല്ലാം കേടാകാൻ തുടങ്ങും. യങ് ഏജിൽ നമ്മളിത് അറിയില്ല. യങ് ഏജിൽ കുട്ടിക്ക് നല്ല ബേസൽ മെറ്റബോളിക് റേറ്റ് ഉണ്ട്, അപ്പോൾ അതറിയില്ല. അതേസമയം പ്രായം കൂടി വരും തോറും ബേസൽ മെറ്റബോളിസം കുറയുന്നു, കുട്ടിയുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലും എനർജിക്ക് എടുത്തു പോകാത്ത അവസ്ഥയിലേക്ക് വരും. പതുക്കെ ഗ്ലൂക്കോസിൻ്റെ ഇത് വന്ന് പിന്നെ ഫാറ്റ് പതുക്കെ അടിയാൻ തുടങ്ങും. ഇതോടെ കുട്ടിയുടെ ബ്ലഡ് വെസൽസ് 5-6 വയസ്സാകുമ്പോൾ ബ്ലഡ് വെസൽസിൽ LDL കൊഴുപ്പ് അടിഞ്ഞു തുടങ്ങുമെന്നാണ് സയൻസ് പറയുന്നത്. സോ രക്തക്കൊള്ളിൻ്റെ ഭിത്തി പതുക്കെ ഇങ്ങനെ ചെറിയ ബ്ലോക്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് കുട്ടിയുടെ ജീവിത രീതിക്ക് അനുസരിച്ച്, കളികൾ സ്പോർട്സൊക്കെ ഉള്ള കുട്ടികളാണ് അല്ലെന്നനുസരിച്ച് ആലോചിച്ച് നോക്കാം. ആക്ടിവിറ്റീസ് ഇല്ലാത്ത കുട്ടിക്ക് പെട്ടെന്ന് കൊഴുപ്പടിയാൻ തുടങ്ങും. അതേസമയം ആക്ടിവിറ്റീസ് ഉള്ള കുട്ടിക്ക് വളരെ പതിക്കാടും. സോ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിക്ക് ചെറുപ്രായത്തിലെ കണ്ണോ കിഡ്നിയോ കാലോ എല്ലാം കേടായി പോകണം നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. സോ നിങ്ങളുടെ കുട്ടികളുടെ അവയവങ്ങൾ കേടാവുന്നത് എങ്ങനെയാണ്, കോംപ്ലിക്കേഷൻസ് വരുന്നത് എങ്ങനെയാണ്?
സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസിന്റെ കാരണം ആ ഹൈ ലെവൽ ഓഫ് ബ്ലഡ് ഷുഗർ ഇൻ ദ സ്മോൾ ബ്ലഡ് വെസൽസ് എന്ന് ചിന്തിക്കുക. അതിനെ ഓവർകം ചെയ്യാൻ കുറേ ഇൻസുലിൻ കുത്തുന്നതോ മരുന്നുകളോ അല്ല വേണ്ടത്. അതിന് ചിട്ടയായ പ്ലാൻഡായ വ്യായാമങ്ങളും ക്വാളിറ്റിയുള്ള ഡയറ്റ് കൺട്രോൾ. പാവം കൊച്ചിനെ പിടിച്ച് പട്ടിണി കെട്ടിട്ടൊരു കാര്യമില്ല. ആ കുട്ടിയുടെ വളരുന്ന പ്രായത്തിൽ അവന് ക്വാളിറ്റിയുള്ള ഭക്ഷണം വേണം. അവന് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ആവശ്യത്തിന് കൊടുത്താലേ അവൻ്റെ ശരീരത്തിലേക്ക് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഫ്ലേവനോട്സും എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് കിട്ടുമെന്ന് ഓർക്കുക. ഓക്കെ, സോ അവൻ്റെ ഡയറ്റ് പ്ലാനിങ്ങിൽ പട്ടിണി കിടന്നാൽ പ്രമേഹം മാറുമെന്ന് വിചാരിച്ചിട്ട് അളന്നു തൂക്കി വളരെ കുറച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക് ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല. ആ കുട്ടിക്ക് വളരാൻ ആവശ്യമായ ഭക്ഷണവും ന്യൂട്രിയൻസും വേണം. അതേസമയം ആ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന ഗ്ലൂക്കോസും ഫാറ്റും എനർജി ആക്കാനുള്ള വ്യായാമം കുട്ടിയെ ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്തെടുക്കുക. ലൈഫ് ലോങ് എല്ലാ മസിൽസും ഇൻവോൾവ് ചെയ്യുന്ന തരത്തിൽ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്താൽ വളരെ കുറച്ച് സമയം കൊണ്ട് ആ കുട്ടിക്ക് തന്നെ ആ ബോഡി ഒന്ന് രാവിലെ ഒന്ന് ട്യൂൺ ചെയ്യുന്നു. കൃത്യമായിട്ടൊരു ഹാബിറ്റ് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും കോംപ്ലിക്കേഷൻസ് വരില്ല എന്ന് മാത്രമല്ല ഗ്ലൂക്കോസും കൊഴുപ്പ് അടിഞ്ഞ് വരാനുള്ള പല രോഗങ്ങളും പ്രഷർ, കൊളസ്ട്രോൾ സംബന്ധ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റുമെന്ന് ഓർക്കണം. സോ ആ കുട്ടിക്ക് ഈ പ്രമേയം വന്നതുകൊണ്ടും ഇത് മാറില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അത് മനസ്സിലുണ്ടെങ്കിൽ എന്നും ഇൻസുലിൻ കുത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഒപ്പം കൃത്യമായ ഡയറ്റ് കൺട്രോളും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എക്സസൈസും ഹാബിറ്റാക്കി പതുക്കെ അവൻ ലൈഫ് ലോങ് ഒരു ഹാബിറ്റ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അങ്ങനെ അവനോട് ചിട്ടയിൽ ജീവിക്കാൻ പഠിപ്പിച്ചെടുത്താൽ എത്ര കൊല്ലം കഴിഞ്ഞാലും ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന കുട്ടിയുടെ ശരീരത്തെ അത് ബാധിക്കുന്നില്ല. സോ കാലില്ലാത്ത ഒരാൾ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് അത് നടക്കാൻ വേണ്ടിയല്ല, ഓടാൻ വേണ്ടിയല്ല, ചാടാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആർട്ടിഫിഷ്യൽ ലിംബ് എന്ന് പറഞ്ഞ പോലെ പാൻക്രിയാസ് ഡാമേജ് ആയി ഇപ്പോൾ ഇൻസുലിൻ കുത്തിവെക്കണം. പക്ഷെ അപ്പോഴും ആ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ എനർജി ആക്കില്ല എന്ന് തിരിച്ചറിയണം. സോ ഗ്ലൂക്കോസിനെയും ഫാറ്റിനെയും എനർജി ആക്കാനുള്ള വ്യായാമം കൃത്യമായിട്ട് ചെയ്യുകയും കറക്റ്റായിട്ട് ഡയറ്റ് കൺട്രോൾ പ്ലാൻഡായിട്ട് ചെയ്യുകയും ചെയ്ത് അത് വിലയിരുത്തി ഒരു റിലാക്സ്ഡ് മൈൻഡ് സെറ്റിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ട് ആ കുട്ടി ജീവിച്ചു പോയാൽ സാധാരണ കുട്ടിയെ പോലെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ജീവിതകാലം ഫുള്ള് നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ആൻഡ് അവൻ്റെ മാനസികാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. അവന് ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഡൗൺ ആയി പോകും. സോ അവൻ്റെ ഒപ്പം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ. അവൻ്റെ കൂടെ നിൽക്കുക പാരൻസ്. എല്ലാ കാലവും ശ്രദ്ധ വേണം. അനാവശ്യമായ റെസ്ട്രിക്ഷൻസ്, രോഗിയെ കാണുന്ന പോലെ ആ കുട്ടിയെ കാണാതിരിക്കുക. ഒരു ചെറിയ കുറവുണ്ട്, അത് രോഗമല്ല, അതൊരു ഡിഫക്റ്റാണ്. റൈറ്റ്.